ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷൺമുഖദാസ് വക്കീല് പറഞ്ഞ സുമിത്രയും ബാലുവും കൂടി വീണ്ടും ബലരാമനെ കാണാനായി ജയിലിലേക്ക് എത്തുകയാണ്. ബലരാമന്റെ മനസ്സ് മാറ്റി അഗറിനെ കൊല്ലാനായി പാകപ്പെടുത്തുകയാണ് സുമിത്രയും ബാലുവും. സുമിത്ര ബാലുവിനോട് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് പറയുന്നുണ്ട് ബലരാമനോട് സംസാരിക്കുകയെന്ന്. അതിനുശേഷം ബലരാമനോട് ബാലു പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും നിനക്ക് ജന്മം തന്ന അച്ഛനും അമ്മയും ആയിരിക്കില്ല, പക്ഷേ നിന്നെ ഇത്രത്തോളം വലുതാക്കി വളർത്തിയത് ഞങ്ങളാണ്. നീ ഞങ്ങളിൽ നിന്നും അകന്നു പോകുന്നത് ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ബാലു ബലരാമനോട് പറയുന്നുണ്ട്. ബാലുവും സുമിത്രയും ബലരാമനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ സഹദേവനും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതിനുശേഷം ഭാഗ്യശ്രീയും ലാലിയും കൂടി ദേവ്ജിയെ കാണാനായി എത്തുകയാണ്. ദേവ്ജിയോട് എന്നിട്ട് ഭാഗ്യശ്രീ സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും ബലരാമേട്ടനെ കൊണ്ട് അഗസാറിനെ ഇല്ലാതാക്കാൻ നോക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ബലരാമേട്ടനെ ജയിലിൽ പോയി കണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം ഏട്ടനോട് പറഞ്ഞു. ഏട്ടൻ അതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. ഏട്ടനിപ്പോ അവർക്കെതിരെ നിൽക്കുന്നത് കൊണ്ട് ആ ഷൺമുഖദാസ് വക്കീലിനെ കൊണ്ട് കൊട്ടേഷൻ കൊടുത്ത് സാഗർ സാറിനെ ഇല്ലാതാക്കാനാണ് അവര് ശ്രമിക്കുന്നത്. എന്നിട്ട് ആ കുറ്റം ബലരാമേട്ടന്റെ തലയിൽ കെട്ടിവെക്കാനും നോക്കുന്നുണ്ട്. ഒരിക്കലും സാഗർ സാറിനെ ഇല്ലാതാക്കാനോ ബലരാമേട്ടൻ കുറ്റവാളിയാകാനോ പാടില്ല. സത്യങ്ങളെല്ലാം എനിക്കും അറിയാമെന്ന് ഭാഗ്യശ്രീ ദേവ്ജിയോട് പറയുകയാണ്. ദേവ്ജി അപ്പൊ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്, ഇതിപ്പോൾ വളരെ നിർണായകമായ ഒരു അവസ്ഥയാണ്. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ആദ്യം സാഗറിനോട് ഇതെല്ലാം തുറന്നു പറയാമെന്ന് ദേവ്ജി പറയുകയാണ്. പിന്നീട് സാഗറിനെ കാണിക്കുന്നുണ്ട്. സാഗറാണെങ്കിൽ ശങ്കർ മോഹന്റെ പ്രൊജക്ട് കിട്ടിയതിൽ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് സുജു സാഗറിന് കോഫിയുമായിട്ട് വരികയാണ്. സുജു എന്നിട്ട് സാഗറിന് കോഫി കൊടുക്കുന്നുണ്ട്. സാഗർ അത് കുടിക്കുന്നുമുണ്ട്. കോഫി കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സാഗറിന് വയ്യാതെയാവുകയാണ്. സാഗറിന് നെഞ്ചുവേദന വന്ന് സാഗർ കുഴഞ്ഞു വീഴുന്നുണ്ട്. സുജു ഇത് കണ്ട് പേടിച്ചുകൊണ്ട് സാഗർ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അതിനുശേഷം സാഗറിനെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. പിന്നീട് മഹി കൃഷിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട്, കൃഷ് നീ ഒരിക്കലും ടെൻഷൻ ആവരുത്, ചെറിയൊരു കാര്യമുണ്ടെന്ന് പറയുമ്പോ കൃഷി മഹിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ എന്ന്. മഹിയപ്പ കൃഷിനോട് പറയുന്നുണ്ട്, എടാ സാഗർ സാറിന് ചെറുതായിട്ടൊന്ന് വയ്യാതെയായി, നെഞ്ചുവേദനയായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലാണെന്ന് കൃഷിനോട് പറയാണ്. പിന്നീട് വരുണിന് ധനലക്ഷ്മി കോഫി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. കോഫി വാങ്ങിച്ചുകൊണ്ട് വരുൺ വലിച്ചെറിയാണ്. എന്നിട്ട് വരുൺ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ട് ശ്രീനിവാസനും ധനലക്ഷ്മിയും അമ്മായിമാരും ഗോകുലുമെല്ലാം അയ്യോ എന്ന് പറഞ്ഞ് ആകെ ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം ഗോകുൽ ആരും കാണാതെ കൺമണിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പ ടെൻഷനൊന്നും ആവണ്ട, ഞാനൊരു കാര്യം പറയാനാണ് ഇപ്പോൾ വിളിച്ചത്. ആ സൈക്കോ വരുൺ ഇവിടേക്ക് വന്നിട്ടുണ്ട്. കുറെ ദിവസമായി ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെയാണ് താമസം. അപ്പയെ കെട്ടിച്ചു തരണമെന്നാണ് ആ സൈക്കോ വരുൺ പറയുന്നത്. അമ്മയുടെ കയ്യിലുള്ള സ്വർണവും പണവും എല്ലാം അപ്പച്ചിമാർ വരുണേട്ടന് തിരികെ കൊടുത്തു. പക്ഷെ അത് തിരികെ വാങ്ങില്ലെന്നും അപ്പ തന്നെ തിരികെ കൊടുക്കണമെന്നാണ് ആ സൈക്കോ വരുൺ പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അപ്പ ഇതിനൊരു വഴി കാണണം. എങ്ങനെയെങ്കിലും ആ സൈക്കോ വരുണിനെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് ഗോകുല് പറയാണ് കൺമണിയോട്. കൺമണി എന്നിട്ട് ഗോകുലിനോട് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഗോകുലെ, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവനെ ശരിയാക്കി കൊടുക്കാമെന്ന് പറയാണ് കൺമണി. അതിനുശേഷം കൺമണി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആ വരുണിനെ ഇങ്ങനെ വിട്ടുകൂടാ, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോയി അവനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.